പ്രിയമുള്ള കൂട്ടുകാരെ, ഡെയിലി ഇൻസൈറ്റിൽ പങ്ക്ച്വാലിറ്റി എന്ന വിഷയവുമായി ഖദീജ നിങ്ങളോടൊപ്പം. പങ്ക്ച്വാലിറ്റി എന്നാൽ എന്താണ് എന്നൊരു ആലോചനയിൽ നിന്നാവാം ഇന്ന് നമ്മുടെ ടോപ്പിക് തുടങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും അതോടൊപ്പം പ്രൊഫഷണൽ ജീവിതത്തിലും നമ്മൾ ആർജിച്ചെടുക്കേണ്ട ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പങ്ക്ച്വാലിറ്റി തന്നെ എന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭൂമി കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രകൃതിക്ക് ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് ഒരു സമയമുണ്ട്. അതോടൊപ്പം ഉച്ചയാകുമ്പോൾ അതിന് വേറെ ചില പ്രത്യേകതകൾ. വൈകുന്നേരമാകുമ്പോൾ അത് അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നതനുസരിച്ച് ചന്ദ്രൻ ഉദിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതിയിൽ കൃത്യമായ ഒരു രീതിയിലൂടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ മഴക്കാലം വരുന്നു കൃത്യസമയത്ത്, വേനൽക്കാലം, അതിനുശേഷം അങ്ങനെ തുടർന്നു പോകുന്ന കാലത്തിൻ്റെ ഗതികളും. അപ്പോൾ ഈ മനോഹരമായ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യമുണ്ടായ നമ്മൾ പങ്ക്ച്വലാവേണ്ടതില്ലേ? തീർച്ചയായിട്ടും പങ്ക്ച്വലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവ എന്നൊന്ന് നോക്കിയാലോ? ആദ്യമേ പറയാം, അവോയ്ഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ബിസിയാണ്, ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് കിട്ടാതിരിക്കുന്നത്? നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വാരി വിതറി, അതായത് കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ ആക്കിയിട്ടേ വെച്ചിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ നമുക്ക് നൽകിയ ഓരോ പ്രവർത്തനവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാത്തതായിത്തീരും. രണ്ടാമത്തെ ഗുണം വിശ്വാസ്യത. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചൊരു വിശ്വാസമുണ്ടാവും. അതോടൊപ്പം മറ്റുള്ള ആളുകൾക്കും നമ്മളിൽ ഒരു മതിപ്പ് ഉളവാക്കാനായി പറ്റും. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അത് ഇന്നയാളല്ലേ, അതെന്തായാലും കൃത്യമായി നടന്നിരിക്കും എന്നൊരു വിശ്വാസം നമ്മൾ പലരെക്കുറിച്ചും പറയാറുണ്ടല്ലോ. ഈ കാര്യം നമ്മൾ ചെയ്യുന്നതും ചിലപ്പം പങ്ക്ച്വലായി ചെയ്യുന്നയാളും ഒരുപോലെയല്ല ചെയ്യുക. ചില ആളുകൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും നോ എന്നും പറയത്തില്ല, പക്ഷേ അവർ ചെയ്യും. പക്ഷേ അത് എപ്പോഴെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുപോലെ മൂന്നാമത്തെ കാര്യം റെസ്പെക്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം, അല്ലേ? എനിക്ക് എന്നെക്കുറിച്ചൊരു ബഹുമാനം ഉണ്ടാവണം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ബഹുമാനമുണ്ടാവും. ഈ ഒരു ബഹുമാനം മാത്രമല്ല, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നമ്മളെ ഒന്ന് ബഹുമാനിക്കും. അതായത് അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അതൊന്നും പറയാനില്ല, അവരെന്തായാലും അത് ചെയ്തിരിക്കും, കൃത്യമായിരിക്കും എന്നുള്ളൊരു അഭിപ്രായവും, അതോടൊപ്പം നമ്മളെ ഏൽപ്പിക്കുന്നതിലൊരു വിശ്വാസം, നമ്മളെക്കുറിച്ചുള്ള ബഹുമാനം, ഇവയെല്ലാം നമുക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കിത്തരുന്ന ഗുണങ്ങളാണ്. അതുപോലെ വേറെയും പല കാര്യങ്ങളും നമുക്ക് ഇതിനോട് ചേർത്ത് നിർത്തി പറയാവുന്നതാണ്. നാലാമത് സെൽഫ് ഡിസിപ്ലിൻ. അതായത് സെൽഫ് ഡിസിപ്ലിനുള്ള ഒരാളിന് മാത്രമാണ് ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോൾ നമ്മുടെ ചിന്തയോടുകൂടി നമ്മൾ എപ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നോ ആ സമയം മുതൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാവുക. അല്ലാതെ 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനോ എവിടെയെങ്കിലും പോയിട്ട് ലക്ഷങ്ങൾ മുടക്കിയാൽ ഉണ്ടാകുന്നതോ ഒന്നുമല്ല പങ്ക്ച്വാലിറ്റി. അങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പങ്ക്ച്വാലിറ്റി. അങ്ങനെ പങ്ക്ച്വലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമയവും സൗഹൃദവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ജീവിതത്തെ നോക്കി ആസ്വദിക്കാം, സമാധാനിക്കാം, എല്ലാം ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി എന്ന്. കവി അതെഴുതുമ്പോൾ പലതും ഓർത്തിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് സ്വസ്ഥമായ സന്തോഷമായ ഒരു ജീവിതമുണ്ടെങ്കിൽ നമുക്കും പാടാം അങ്ങനെ തന്നെ. ഓക്കെ, താങ്ക് യു.